കോഴിക്കോട് കൊടുവള്ളി കച്ചേരിമുക്കിൽ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് 12-കാരിക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയാണ്. കച്ചേരിമുക്ക് കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. നിഖിലെ, രാവിലെ തന്നെ നമുക്ക് ഒരു ദുഃഖവാർത്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിവരങ്ങൾ. കൃഷ്ണ, തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കൊടുവള്ളി കച്ചേരിമുക്കിലെ കളത്തിങ്കൽ റഷീദ് എന്നയാളുടെ മകളായിട്ടുള്ള തൻഹയാണ് മരിച്ചത്. 12 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. ഈ അപകടം സംഭവിച്ചത് ഈ കുട്ടിയുടെ പഴയ വീടിനോട് ചേർന്ന് വളരെ മുകളിലായിരുന്നു വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നത്. സമീപകാലത്താണ് പുതിയ വീട് നിർമ്മിച്ചത്. അതിനുശേഷം അല്പം കൂടി ഈ വീട് ഉയർത്തിയാണ് പണിതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്പം കൂടി വീട്ടിൽ നിന്ന് തൊടാൻ പറ്റുന്ന തരത്തിലേക്കായിരുന്നു ഈ വൈദ്യുതി ലൈനിൻ്റെ കിടപ്പ്. അങ്ങനെ ഇന്നലെ അബദ്ധത്തിൽ ഈ കുട്ടി അതിൽ ടച്ച് ചെയ്തു പോവുകയും അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇതിന് പിന്നാലെ ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 12 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഈ അപകടം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ആളുകൾ, വീടിനോട് ചേർന്ന് അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.